നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരാളുണ്ട് അല്ലേ? അത് ആരായാലും ആയിക്കോട്ടെ, നിങ്ങളുടെ ക്രഷ്, പാർട്ട്ണർ, മുൻ കാമുകൻ, കാമുകി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിധിയിലുള്ളതാണോ? അവർ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണോ? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും ഉൾക്കൊള്ളുക. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ഉത്തരം തേടുന്നുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് നൽകാനാണ് പ്രപഞ്ചം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ എനർജി പൂർണ്ണമായും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ദീർഘമായി ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ മുഖം വളരെ വ്യക്തമായി മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായി നിങ്ങൾ ചിലവഴിച്ച ഏറ്റവും നല്ല നിമിഷങ്ങൾ ഓർക്കുക. എന്നിട്ട് കണ്ണുകൾ തുറന്ന് സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ 2 കാർഡുകളുണ്ട്. ഇതിൽ ഏത് കാർഡിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ ആദ്യം പോയത്? ഏതിനോടാണ് നിങ്ങൾക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നത് എന്ന് നോക്കുക. നിങ്ങളുടെ ആദ്യത്തെ തോന്നലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കാർഡ് 1 അല്ലെങ്കിൽ കാർഡ് 2 ഇതിൽ നിന്നും 1 തിരഞ്ഞെടുക്കുക. കാർഡ് 1 തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ ഊർജവും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ഊർജവും നോക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇത് വെറും ഒരു സാധാരണ ബന്ധമല്ല എന്നാണ്. ഇതൊരു മുൻജന്മ കണക്ഷനാണ്. മുൻജന്മങ്ങളിലെ ഏതോ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഈ വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നൊരു സമയത്തായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്. നിങ്ങളുടെ ലൈഫ് വളരെ ബോറിംഗ് ആയി, എനർജിയൊക്കെ ലോ ആയി മുന്നോട്ട് പോയിരുന്ന സമയത്ത് വന്ന ഈ വ്യക്തി നിങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചു. എന്നാൽ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്രയും ഹാർട്ട് ചക്രയും വല്ലാതെ ബ്ലോക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറച്ച് അകൽച്ചയോ ഗ്യാപ്പോ വന്നിട്ടുണ്ട്. പഴയ ആ ഒരു സന്തോഷം ഇപ്പോൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ഇപ്പോഴും ഒരുപാട് സ്നേഹത്തോടെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇവർ നിങ്ങളുടെ വിധിയിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇതൊരു ഡീപ്പ് സോൾ കണക്ഷനാണ്. ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. പക്ഷേ ഈ ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്കേജുകൾ നിങ്ങൾ മാറ്റണം. എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ വൈബ്രേഷൻ കുറയും. അതുകൊണ്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ ഈ നെഗറ്റീവ് എനർജികൾ മാറി ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളിലേക്ക് തന്നെ തിരികെ ആകർഷിക്കപ്പെടുന്നതാണ്. ഇതാണ് കാർഡ് 1 തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ്. ഇനി കാർഡ് 2 തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ്. ഇവിടെ വന്നിരിക്കുന്ന എനർജി വളരെ ശക്തമാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ വളരെ ഡീപ്പായ ഒരു സോൾമേറ്റ് കണക്ഷനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു കാന്തിക ആകർഷണമുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വിധിയിൽ ഇവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പോസിറ്റീവാണ്. പക്ഷെ ഇവിടെ വലിയൊരു പാഠം നിങ്ങൾ പഠിക്കാനുണ്ട്. നിലവിൽ നിങ്ങൾ 2 പേരും തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇവിടെ ഈഗോ ഒരു വില്ലനായി നിൽക്കുന്നുണ്ടാകാം. ഇരുവർക്കും ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അത് തുറന്നു പറയാൻ 2 പേരും മടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ അമിതമായി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ഇവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സ്വന്തം എനർജി നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് എന്നാണ്. അതായത് അമിതമായി ഇവരുടെ പിന്നാലെ പോകുന്ന ആ ചേസിങ് എനർജി നിങ്ങൾ നിർത്തണം. പകരം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഡിവൈൻ ടൈമിങ്ങിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കവുമായി വരുന്നതായിരിക്കും.
നിങ്ങളുടെ ഉള്ളിലെ ആ വല്ലാത്ത ആകർഷണം വെറുതെയല്ല, അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സിഗ്നൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാം ശരിയായ സമയത്ത് നിങ്ങളെ തേടി വരും. ഇതാണ് കാർഡ് 2 തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. നിങ്ങൾ ഏത് കാർഡാണ് തിരഞ്ഞെടുത്തതെന്നും ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റിയെന്നും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.